ഡോക്ടർ ഹാരിസിനെ വ്യക്തിപരമായി എനിക്കറിയില്ല. പക്ഷേ എൻ്റെ പല സുഹൃത്തുക്കളും ഡോക്ടർമാരും അവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫും അടക്കമുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞത് അദ്ദേഹം ഒരു മികച്ച ഡോക്ടറാണെന്നാണ്. ഒരു ഡോക്ടറുടെ സാമൂഹികമായ പ്രതിബദ്ധതയെപ്പറ്റി ബോധ്യമുള്ള ഡോക്ടറായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും പറയുന്നത്. ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും കുനിഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാര്യങ്ങൾ നേരെയാകണം എന്നുള്ള ഉദ്ദേശശുദ്ധിയ മാത്രമായിരിക്കാം ഡോക്ടർ ഹാരിസിനെ നയിച്ചതെന്നാണ് കാണേണ്ടത്. പക്ഷേ സർവീസ് ചട്ടപ്രകാരം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇത്തരം വിഷയങ്ങളിൽ എങ്ങനെ വേണം പ്രതികരിക്കാൻ, അതിൻ്റെ രീതി എന്താണ്, അതിനെപ്പറ്റിയെല്ലാമുള്ള വിഷയങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ആ വഴിക്ക് കാണട്ടെ. പക്ഷേ ഡോക്ടർ ഹാരിസിൻ്റെ പ്രതിബദ്ധതയെപ്പറ്റി ആർക്കും സംശയമില്ല. ഈ പ്രശ്നം കുറച്ചുകൂടി സർക്കാർ സംയോജിതമായി ഇടപെടേണ്ടതായി തോന്നിയിട്ടുണ്ട്. കാരണം ഈ ആവശ്യങ്ങൾ പലതും അതിൽ പല ന്യായീകരണങ്ങളും പലരും പറയുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ പത്രത്തിൽ വായിച്ചത്, ഉപകരണങ്ങളെല്ലാം വേഗത്തിൽ എത്തിയല്ലോ അവിടെ. അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം സർക്കാർ ഉചിതമായി ഇടപെട്ടു, വേഗത്തിൽ കൈകാര്യം ചെയ്തു എന്നാണ്. അതുകൊണ്ട് സർക്കാരിനെ അടിക്കാനുള്ള വടിയായിട്ട് ഡോക്ടർ ഹാരിസിനെ ഉപയോഗപ്പെടുത്താൻ ആരും ശ്രമിക്കാതിരിക്കുക, ഇൻക്ലൂഡിംഗ് ദ മീഡിയ. ഈ മികച്ച ഡോക്ടറാണ് ഹാരിസ് എന്ന് തന്നെയാണ് CM പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ രീതി അത് രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമുള്ള കേരളത്തെ ഒരു അപകീർത്തിപ്പെടുത്തുന്നത് പോലെ ആയിപ്പോയി എന്നുള്ളതാണ് CM. ഇതേപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ എനിക്ക് എന്താണോ പറയാനുള്ളത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.